വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ക്രീം ഓഫ് സെവറൽ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് വേൾഡ്. നമുക്കറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരുപാട് പല രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, അല്ലേ? പല കാര്യങ്ങളും പല രാജ്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. The framers of the Indian Constitution have gained experience from the working of all the known constitutions of the world. They frame the chapters on the fundamental rights എവിടെ നിന്നാണ്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അഡോപ്റ്റഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ് എടുത്തത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എടുത്തത് UK നിന്നാണ്, യുണൈറ്റഡ് കിങ്ഡം നിന്നാണ്. അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അയർലൻഡിൽ നിന്നാണ്. വിച്ച് ഹാവ് കോപ്പീഡ് ഫ്രം അയർലൻഡ് എവിടെ നിന്നാണ് കോപ്പി ചെയ്തത്? സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കണ്ടെയ്ൻസ് എലാബറേറ്റ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു എമർജൻസി. ആ എമർജൻസി നമ്മൾ എടുത്തിട്ടുള്ളത് ദ ലൈറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ജർമ്മൻ റിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. സോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ക്രീം ഓഫ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ വേൾഡ്. പല രാജ്യങ്ങളിൽ നിന്നാണ് പല കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ക്രീം ഓഫ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് വേൾഡ് എന്ന് പറയാം. രണ്ടാമത്തത് ദ ലെങ്തിയസ്റ്റ് ഓഫ് ഓൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് വേൾഡിലെ തന്നെ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്, ലെങ്തിയസ്റ്റ് എന്നറിയപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. മോസ്റ്റ് ഡീറ്റെയിൽസ് ഓഫ് ദ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ്. ഓക്കെ, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനലി കൺസിസ്റ്റ് ഓഫ് 395 articles divided into 22 parts and 8 schedules. Okay, but after the Constitution 103rd Amendment Act 2019, there are articles, how many articles? 469 articles in operation. പക്ഷേ നമ്മൾ 1 by 1 ആയിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ മാത്രമേ ആ 469 നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. സത്യത്തിൽ നമുക്ക് 395 ആർട്ടിക്കിൾസ് തന്നെ ഉള്ളൂ. ആൻഡ് പാർട്സ് 25 പാർട്സായി, 22 എന്നത് 25 പാർട്സായി. അതിൽ 7 വാസ് റിപ്പീൽ. അതുപോലെ തന്നെ 8 ഷെഡ്യൂൾസ് എന്ന് പറയുന്നത് 12 ഷെഡ്യൂൾസായി മാറി. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 469 ആർട്ടിക്കിൾസ് നമ്മൾ കൗണ്ട് ചെയ്ത് 1 by 1 ആയിട്ട് കൗണ്ട് ചെയ്യുമ്പോഴാണ്, പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്തതും റിപ്പീൽ ചെയ്തതൊക്കെ കൗണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ 469 ആർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി നമ്മൾ എടുത്തു നോക്കുമ്പോഴത്തേക്കും ദർ ആർ ഓൺലി 395 articles in Indian Constitution. Third one is lays down structure of central and state government. സെൻട്രലിന് ഒരു സ്ട്രക്ചർ, സ്റ്റേറ്റിന് ഒരു സ്ട്രക്ചർ അതുപോലെ ഫോം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലേസ് ഡൗൺ ദ സ്ട്രക്ചർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് ദ സ്റ്റേറ്റ് ടു ഡ്രോ അപ്പ് ദെയർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻസ്. ഓരോ സ്റ്റേറ്റിനും അവരുടേതായ കോൺസ്റ്റിറ്റ്യൂഷൻ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് അമേരിക്കൻ ഗവൺമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് പ്രൊവൈഡ് ഓൺലി ഫോർ ദ സെൻട്രൽ ഗവൺമെൻറ്. ദെൻ ഫോർത്ത് വൺ ഈസ് പ്രൊവൈഡിങ് ഫോർ സിംഗിൾ സിറ്റിസൺഷിപ്പ്. നമ്മൾ പറഞ്ഞു സെൻട്രലിനും സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ട് പവേഴ്സ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അല്ലേ? ഓരോ കാര്യത്തിനും കോൺസ്റ്റിറ്റ്യൂഷനല്ല, പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് വേണമെങ്കിൽ ഉണ്ടാവാം. പക്ഷെ നമുക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അല്ല, നമുക്ക് ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ. ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഫോർ എ സിംഗിൾ സിറ്റിസൺഷിപ്പ് ഫോർ ദ ഹോൾ ഓഫ് ഇന്ത്യ. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ്? ഓരോ സ്റ്റേറ്റിനും ഓരോ സിറ്റിസൺഷിപ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എപ്പോഴും നോ സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ്, ഓൺലി സിംഗിൾ സിറ്റിസൺഷിപ്പ്. എവരി ഇന്ത്യൻ ഇൻ ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ enjoys the same rights of citizenship no matter in what state they resides. In India there is no state citizenship. Fifth one is establishing parliamentary form of government. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് നമ്മൾ UK നിന്ന് എടുത്തിട്ടുള്ളതാണെന്നല്ലേ. The Constitution of India establishes a parliamentary form of government both the central and state. Okay, അത് എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് മോഡൽ ഇൻ ടോട്ടോ എന്ന് പറയുന്ന
ആണെന്നാണ് നമ്മൾ ഈ ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. In a parliamentary form of government, the government will be responsible to the legislature. ഗവൺമെൻറ് ലെജിസ്ലേച്ചറിനോട് റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇന്ത്യയിൽ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹെഡ് എന്ന് അറിയപ്പെടുന്നത്. ദ റിയൽ എക്സിക്യൂട്ടീവ് പവർ വിൽ ബി റെസ്റ്റഡ് ഇൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, റിയൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ ഒരു പവർ എന്ന് പറയുന്നത് ആരുടെയിലാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ കയ്യിലാണ് ഉള്ളത്. And they will be council of ministers, they will be collectively responsible to the house of people, that is Lok Sabha. Okay, the member of the house of people elected directly by the people for 5 years. ഈ ഒരു മെമ്പർ ഓഫ് ഹൗസ് ഓഫ് പീപ്പിൾ അത് 5 ഇയേഴ്സിന് എലക്ട് ചെയ്തിരിക്കുന്നതാണ്, പീപ്പിളാണ് എലക്ട് ചെയ്യുന്നത്. ദ മിനിസ്റ്റർ ഷുഡ് ബി മെമ്പർ ഓഫ് ലെജിസ്ലേച്ചർ. മിനിസ്റ്റർ എന്ന് പറയുന്നത് മെമ്പർ ഓഫ് ലെജിസ്ലേച്ചർ ആയിരിക്കണം. മിനിസ്റ്റേഴ്സ്. ദ ഗവൺമെൻറ് ഇസ് ദെയർ ഫോർ കോൾഡ് ദ റെസ്പോൺസിബിൾ ഗവൺമെൻറ്. അതുകൊണ്ട് നമുക്ക് ഗവൺമെൻറ്റിനെ റെസ്പോൺസിബിൾ ഗവൺമെൻറ് എന്ന് പറയാം. പല രീതിയിൽ അവർ റെസ്പോൺസിബിളാണ്, ഓരോ ടയർ അനുസരിച്ച് ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി വന്നുകൊണ്ടിരിക്കും. ഇൻ SR ചൗധരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 2001 7 SSC 126 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ കുറച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തു. അതായത് പാർലമെൻ്ററി ഗവൺമെൻറ് ജനറലി എൻവിസേജസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് പീപ്പിൾ, അല്ലേ? നമ്മൾ എലക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അവർ റെസ്പോൺസിബിളാണ്. ആൻഡ് ഓഫ് ദിസ് ഈസ് എ ഡ്രോ എ ഡയറക്റ്റ് ലൈൻ ഓഫ് അക്കൗണ്ടബിലിറ്റി ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു ദ ലെജിസ്ലേച്ചർ. അവർ അക്കൗണ്ടബിൾ ആണ്. എന്തെങ്കിലും ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്തെങ്കിലും ഒരു ഇതുണ്ടായ ലെജിസ്ലേച്ചറിനോട് അക്കൗണ്ടബിൾ ആണ്. ദ എസെൻസ് ഓഫ് ദിസ് ഈസ് ടു ഡ്രോ എ ഡയറക്റ്റ് ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം പീപ്പിൾ ത്രൂ ദ ലെജിസ്ലേറ്റർ ടു ദ എക്സിക്യൂട്ടീവ്. പീപ്പിൾ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് അതിൽ നിന്നൊരു ഡയറക്റ്റ് ലൈൻ ഉണ്ടാവാനായിട്ടാണ് ഇങ്ങനൊരു സംഭവം, ഈ ഒരു അതോറിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ് ഫോം ചെയ്തിരിക്കുന്നത്. The character and content of parliamentary democracy in the ultimate analysis depends upon the quality of persons who man the legislature as representatives of the people. The member of the legislature thus own their power directly or indirectly to the people. Okay, the council of ministers of which the chief minister is the head in the state, and chief minister ആണ് ആ council of ministersന്റെ head, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. And on whose aid and advice the governor has to act must therefore owe their power to the people directly or indirectly. The American Constitution provides for presidential type of government. നമുക്കറിയാവുന്ന കാര്യമാണ്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് presidential type of government ആണ്. There the president is the real executive head. He is elected by the people for 4 years. അവിടെ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് ആണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. ഓൾ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആർ വെസ്റ്റഡ് ഇൻ ഹിം. ഹി ഈസ് നോട്ട് റെസ്പോൺസിബിൾ ടു ദ കോൺഗ്രസ്, ദ ലോവർ ഹൗസ്. അതുപോലെ തന്നെ അത് എന്തുകൊണ്ടാണ് ടോപ്പ് എന്ന് പറയുന്നത് പ്രസിഡൻറ്റ് തന്നെയാണ്, പിന്നെ റെസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. ദ മെമ്പർ ഓഫ് ഹിസ് ക്യാബിനറ്റ് ആർ നോട്ട് മെമ്പർ ഓഫ് ദ ലെജിസ്ലേച്ചർ. ദേ ആർ അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡൻറ്റ് ആൻഡ് ദെയർ ഫോർ റെസ്പോൺസിബിൾ ഓൺലി ടു ദ പ്രസിഡൻറ്റ്. അവർ ലെജിസ്ലേച്ചറിനോടോ ക്യാബിനറ്റിനോടോ ഒന്നിനും റെസ്പോൺസിബിൾ അല്ല. അവരെ എലക്ട് ചെയ്തിരിക്കുന്ന, അവരെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് പ്രസിഡൻ്റാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രസിഡൻറ്റിനോട് മാത്രം ആൻസറബിൾ ആയിട്ട് ഉള്ളൂ. ദെൻ 6th one ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമുക്കറിയാവുന്ന കാര്യമാണ്, പാർട്ട് 3 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്നിട്ടുണ്ട്. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. It is deemed to be a distinguishing feature of a democratic state, and these rights are prohibitions against the states. The state cannot make a law which take away or abridge any of the rights of the citizen guaranteed in Part 4. Part 3 പറഞ്ഞിരിക്കുന്ന നമ്മുടെ റൈറ്റിനെ ലംഘിക്കുന്ന രീതിയിലുള്ള ഒന്നും സ്റ്റേറ്റിന് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. If a law violates any of the fundamental right, Supreme Court and the High Courts can declare it as unconstitutional. നമ്മുടെ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു നിയമം സ്റ്റേറ്റ് കൊണ്ടുവരികയാണെങ്കിൽ ഹൈക്കോർട്ടിനോ സുപ്രീം കോർട്ടിനോ ആ ഒരു നിയമത്തെ എന്താക്കാം, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, 7th one ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളതുപോലെ തന്നെ സ്റ്റേറ്റിനും കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. The directive principle contained in Article 4 of Constitution lays down certain economic and social policies
to be followed by various governments in India. Okay. They impose certain obligations on the state. കുറച്ച് ഡ്യൂട്ടീസ് സ്റ്റേറ്റിന് കൊടുത്തിട്ടുണ്ട്. ടു ടേക്ക് പോസിറ്റീവ് ആക്ഷൻ ഇൻ സർട്ടൺ ഡയറക്ഷൻ ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആൻഡ് അച്ചീവ് എക്കണോമിക് ഡെമോക്രസി. നല്ല ഡെമോക്രസി, നല്ലൊരു എക്കണോമിക് അല്ല ഡെമോക്രസി എല്ലാം അച്ചീവ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ കുറച്ച് ഡ്യൂട്ടീസും പവേഴ്സും കുറച്ച് ഒബ്ലിഗേഷൻസ് ഓരോ സ്റ്റേറ്റിന് ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി പാർട്ട് 4 വരുന്നത്. 8th ഫീച്ചർ എന്ന് പറയുന്നത് ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി വിത്ത് ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്ന് നമ്മൾ വേറൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ്. ദ കോർട്ട്സ് ആർ ദ കസ്റ്റോഡിയൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. 9th വൺ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നമുക്ക് റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഒബ്ലിഗേഷൻസ്, അത് നമുക്ക് കുറച്ച് റൈറ്റ്സ്, നമുക്ക് കുറച്ച് ഡ്യൂട്ടീസും തന്നിട്ടുണ്ട് അല്ലേ. ആർട്ടിക്കിൾ 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. ഈ ഒരു ഡ്യൂട്ടീസ് ഇൻകോപ്പറേറ്റ് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന 42nd Amendment Act 1976 കഴിഞ്ഞിട്ടാണ്. ഒറിജിനലി ദർ വർ ഓൺലി 10 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ആക്ച്വലി അവിടെ 10 ഫണ്ടമെൻ്റൽ റൈറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 86th Amendment വന്നപ്പോൾ ഈ ഒരു റൈറ്റ്സ്, ഈ ഒരു ഡ്യൂട്ടീസ് കൊണ്ടുവന്നത് 42nd Amendment പ്രകാരമാണ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇൻക്ലൂഡ് ചെയ്ത സമയത്ത് 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 86th Amendment വന്നപ്പോഴത്തേക്കും അതെന്തായി, 11 മാറി. ഓക്കെ, 10 എന്ന് പറയുന്നത് 11 മാറി 86th Amendment. ദീസ് ഡ്യൂട്ടീസ് റിക്വയർ ദ സിറ്റിസൺ ടു ഒബ്സർവ് സർട്ടൻ ബേസിക് നോംസ് ഓഫ് ഡെമോക്രാറ്റിക് കണ്ടൻറ്റ് ആൻഡ് ഡെമോക്രാറ്റിക് ബിഹേവിയർ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സാലിയൻറ്റ് ഫീച്ചേഴ്സ്. ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. മെയിനായിട്ടുള്ള 9 ഫീച്ചേഴ്സാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 9 സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.